ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഒരുമിച്ച് വന്ന് വചനം ധ്യാനിക്കുവാൻ ദൈവം നൽകുന്ന അവസരത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായിട്ട് നാം മഹാനിയോഗത്തെ അധികരിക്കുന്നതായ ആത്മീക പാഠങ്ങളാണല്ലോ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഈ വിഷയപഠനത്തിൻ്റെ രണ്ടാമത്തെ പാഠത്തിലേക്ക് വരുവാനിടയായിട്ട് തീർന്നിരുന്നു. എന്താണ് മഹാനിയോഗം എന്ന ചോദ്യത്തിൻ്റെ ലളിതമായ ചില ഉത്തരങ്ങളാണ് നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നത്. ദൈവോത്തരനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറിയ കൽപ്പനയാണ് മഹാനിയോഗം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഓർക്കാൻ ഇടയായിട്ട് തീർന്നു. ആ ബന്ധത്തിൽ പല ആത്മീക സത്യങ്ങളും നാം ചിന്തിക്കാനും ഇടയായിട്ട് തീർന്നു. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അനുസരണം ഉറപ്പാക്കിയവർ ഏറ്റുവാങ്ങിയ കൽപ്പനയാണ് മഹാനിയോഗം എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു മലയിലേക്ക് പോകാൻ ശിഷ്യന്മാരോട് പറഞ്ഞായിരുന്നു. അവർ അതുപോലെ അനുസരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അവിടെ വെച്ചാണ് കർത്താവ് ഈ വലിയ ദൗത്യം അവരെ ഫലമേൽപ്പിക്കുന്നതായി നാം ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. നമ്മൾ ധാരാളം ഓർക്കുന്ന കാര്യമാണെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചതായ കാര്യം, ഏതു വില കൊടുത്തും ദൈവത്തെ അനുസരിക്കാനുള്ളതായ ആവശ്യകത ഉണ്ട്. അതിൻ്റെ വിശദീകരണത്തിലൊരു വിഭജനം നമ്മൾ ഓർത്തായിരുന്നു. പൊതുവെ അനുസരിക്കാവുന്ന ധാരാളം കാര്യങ്ങൾ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അനുസരിക്കണം. എന്നാൽ മഹാനിയോഗ നിർവഹണത്തിൽ തന്നെ പൊതുവെ ഉള്ള കാര്യങ്ങൾ ചെയ്താൽ പോരാ. പിന്നെ എന്തുകൊണ്ട് ചെയ്തിടണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് എന്ത് നിർവഹിക്കാനായിട്ട് പറയുന്നുവോ അതിനോട് വിശ്വസ്തത സൂക്ഷിക്കാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഭൂലോകത്തിൽ എല്ലായിടത്തും പോയി പ്രസംഗിക്കാനുള്ളതായ നിയോഗമുണ്ട്. പക്ഷെ ഭൂലോകത്തിൽ എല്ലായിടത്തും പോയി പ്രസംഗിക്കുവാൻ ഒരാളെ കൊണ്ട് സാധിക്കുകയില്ല. കുറച്ചൊക്കെ സാധിക്കുമായിരിക്കാം, എന്നാൽ അത് മുഴുവനും സാധിക്കുകയില്ല. അപ്പോൾ എവിടെ പോയി പ്രസംഗിക്കണം എന്നുള്ള കാര്യത്തിലുമൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണമായ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നുള്ളതായ കാര്യം നാം കഴിഞ്ഞ ദിവസം ധ്യാനിക്കുകയായിരുന്നു. ഒടുവിൽ ഞാൻ അനുസരണത്തിലൊരു മാതൃകാപുരുഷനെക്കുറിച്ച് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ആരെക്കുറിച്ചാണ് നമ്മൾ ഓർത്തത്? കാലേബിൻ്റെ അനുസരണം അതിൽ തന്നെ ഏത് തലമുറയിൽ ജീവിക്കുന്ന ആളുകൾക്കും അനുകരണീയമാണ് എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് വരുന്ന ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുവാനായിട്ട് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. ഒടുവിൽ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ദൈവത്തെ അനുസരിക്കുന്നവരിൽ ആരുടെ സ്വഭാവം രൂപപ്പെടും? കർത്താവിൻ്റെ സ്വഭാവം രൂപപ്പെടും. അപ്പോൾ അനുസരണം എത്രയോ വലിയ അനുഗ്രഹമാണ് എന്നുള്ളതായ അതിമനോഹരമായ പാഠം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. നമ്മൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ അളവിൽ അനുസരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. ഭാഗികമായ അനുസരണം ദൈവം എന്തായിട്ടാണ് കാണുന്നത്? അനുസരണക്കേടായിട്ടാണ് കാണുന്നത്. അത് തെളിയിക്കുന്നൊരു വലിയ സംഭവം വേദപുസ്തകത്തിലുണ്ടല്ലോ. ശൗല് ഭാഗികമായിട്ട് അനുസരിച്ചു, പക്ഷേ ദൈവം അത് അനുസരണമായിട്ട് കണക്കാക്കിയില്ല. അതുകൊണ്ട് നമ്മളുടെ അനുസരണങ്ങളൊക്കെ ദൈവത്തിൻ്റെ വിലയിരുത്തലിൽ ഏത് നിലവാരം വരെ എത്തും എന്നുള്ളതായ കാര്യം വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ.
അനുസരണത്തിൽ നമ്മുടെ കർത്താവിന് തൃപ്തികരമായ നില സൂക്ഷിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്തെ ഉത്തരം നമ്മൾ ഇന്ന് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്താണ് മഹാനിയോഗം എന്നുള്ളതിൽ മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് സർവാധികാരിയായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് ഈ മഹാനിയോഗം. കൽപ്പനയാണെന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിച്ചായിരുന്നു. പക്ഷേ ഈ നിയോഗം നൽകുമ്പോൾ കർത്താവിൻ്റെ അധികാരത്തിൻ്റെ വലിപ്പവും മഹത്വവും വെളിപ്പെടുത്തുന്നുണ്ട്. ആ വാക്യം നമുക്ക് പരിചയമുള്ളതായതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയാൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. മത്തായി 28:18 വാക്യത്തിൽ യേശു അടുത്ത് ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് വലിയ കൽപ്പന കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ അധികാരത്തോടു കൂടിയാണ് ഈ കൽപ്പന നൽകുന്നത്. അത് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഹാനിയോഗത്തുള്ള അനുസരണം നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവ് നിയോഗം തന്നവൻ സർവാധികാരിയാണ് എന്നുള്ളതായ ആ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മഹാനിയോഗം ഏറ്റവും കൃത്യമായി നിവർത്തിക്കണം എന്ന് വരികിൽ ഈ നിയോഗം തന്ന കർത്താവിൻ്റെ അധികാരത്തിൻ്റെ മഹത്വം തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഇത് നമ്മൾ നേരത്തെ സ്നാനത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോഴും ഓർത്തിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് കൊണ്ട് ഒത്തിരി വിശദീകരണം അതിൽ പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, ഈ മഹാനിയോഗം നിർവഹിക്കുമ്പോൾ അതിനുള്ളതായ ഒരു സമർപ്പണത്തിലേക്ക് ഒരാൾ വരുമ്പോൾ എല്ലാ വഴിയും വളരെ സ്മൂത്തായി തുറന്നു കിട്ടുമോ? കിട്ടുകയില്ല. പിന്നെയോ അതിനുള്ള തടസ്സങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്നതാണ്. കാരണം കർത്താവ് പറഞ്ഞ വാക്കിൽ തന്നെ അതുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ ചില അധികാരങ്ങൾ ഉണ്ട്. അപ്പോൾ അവിടെ കർത്താവ് ആ അധികാരങ്ങൾ ഒരുപക്ഷെ തടയാനിടയായിട്ട് തീർന്നാലും നിങ്ങൾ ഈ കാര്യത്തിൽ പിന്നോട്ട് പോകരുത് എന്നുള്ളതായ വലിയ സന്ദേശമാണ് അവിടെ കൈമാറുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഇന്നും ലോകത്തിൽ സുവിശേഷ പ്രവർത്തനത്തിന് തടസ്സമുള്ള ധാരാളം രാജ്യങ്ങൾ ഉണ്ട്. സുവിശേഷത്തിൻ്റെ വാതിലുകൾ അടഞ്ഞുകിടക്കുന്ന ധാരാളം രാജ്യങ്ങൾ ഉണ്ട്. താത്വികമായിട്ട് നമുക്കും വാതിൽ തുറന്ന കിടക്കണമെന്ന് പറഞ്ഞാലും പ്രായോഗിക തലത്തിൽ പല സ്ഥലത്തും അത് അടഞ്ഞ് കിടക്കുകയാണ്. കാരണം അധികാരികൾ ഇതിനെ തടയാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. പക്ഷേ നമ്മൾ വളരെ സന്തോഷത്തോടെ ഓർക്കേണ്ടതായൊരു കാര്യമുണ്ട്. എവിടെ തടസ്സങ്ങളുണ്ടോ, എവിടെ അധികാരങ്ങൾ ഇതിനെ വിലക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് സുവിശേഷം ഏറ്റവും അധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ആയിരക്കണക്കിന് ഒളിവ് സഭകൾ വളരെ സജീവമായി സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പ്രതികൂലത്തിൻ്റെ ഉള്ളിലുള്ളതായൊരു നന്മയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, പ്രതികൂലങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാം. പല തടസ്സങ്ങളും വരുമ്പോഴും അതിൻ്റെ എല്ലാം പിമ്പിൽ ഒരു ശക്തിയാണ്. അത് നമുക്കറിയാമല്ലോ അല്ലേ, പൈശാചികമായ ശക്തിയാണ്.
കർത്താവ് സഭയെക്കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നല്ലോ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാതാള ഗോപുരങ്ങളെതിരെ വരാം, എന്നാൽ ജയിക്കാൻ കഴിയുകയില്ല എന്നുള്ളതായ കാര്യം എത്രയോ വ്യക്തമായിട്ട് കർത്താവ് അവിടെ ഓർപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ സത്യം നമ്മൾ നേരത്തെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എങ്കിലും വളരെ അത്യാവശ്യം 1-2 കാര്യങ്ങൾ ഞാനവിടെ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. റോമാലേഖനമൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചായിരുന്നു, ദൈവമക്കൾ ഒരു രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാതിരിക്കണോ? അനുസരിക്കണം. 13-ാം അധ്യായത്തിൽ എന്ത് ഭംഗിയായിട്ടാണ് ആ കാര്യം ദൈവത്തിൻ്റെ ദാസൻ വിശദീകരിക്കുന്നത്. ലോകത്തിലുള്ള നിയമങ്ങൾ അനുസരിക്കാനുള്ളതായ ഉത്തരവാദിത്വം ദൈവമക്കൾക്ക് ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യം ഉണ്ട്. ആരാധിക്കാനും സുവിശേഷം അറിയിക്കാനുമുള്ളതായ അതിനുള്ളതായ തടസ്സങ്ങൾ വന്നാൽ പിന്നെ തൽക്കാലം അത് വേണ്ടാന്ന് വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ നയമായിരിക്കേണ്ടത്. അല്ല, പിന്നെയോ ആ തടസ്സങ്ങളെ നമുക്ക് ദൈവകൃപയിൽ അതിജീവിക്കാനായിട്ട് സാധിക്കണം. അവിടെയാണ് കർത്താവ് പറഞ്ഞ വാക്കിൻ്റെ പ്രാധാന്യം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ അധികാരത്തിൻ്റെ കീഴിലുള്ള അധികാരങ്ങൾ ഒരുപക്ഷെ ഇതിന് തടസ്സമായിട്ടൊക്കെ വന്നു എന്ന് വരാകുന്നതാണ്. പക്ഷേ ആ തടസ്സങ്ങളെ മറികടന്ന് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനയോട് അനുസരണം കാണിക്കാനുള്ളതായ വലിയ ആവശ്യകതയുണ്ട്. ഈ സത്യം വിശദീകരിക്കാൻ വേദപുസ്തകത്തിൽ തന്നെ ധാരാളം തെളിവുകൾ, വിശദീകരണങ്ങൾ നമുക്ക് ഉണ്ട്. അങ്ങനെയുള്ളതായ ചില പുസ്തകങ്ങൾ തന്നെ ഈ വലിയ സത്യത്തിൻ്റെ പ്രകാശനമായിട്ടാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് എസ്തേറിൻ്റെ പുസ്തകത്തിലുമൊക്കെ ഈ വലിയ പ്രമാണം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അധികാരത്തെ അവിടെ കൂട്ടാക്കാതിരുന്നൊരു ദൈവഭക്തനെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. മൊർദെഖായി അദ്ദേഹം രാജ്യത്തെ അധികാരം എന്ന് പറയുന്നു എന്നുള്ളതിനേക്കാൾ ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതൊരു മനോഹരമായ മാതൃകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്ക്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതായ ഈ വാക്കുകൾ അതിൽ തന്നെ നമുക്കൊരു മനോഹരമായ മാതൃകയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കത് ഇങ്ങനെ പറയാം, പാർക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ ദൈവമക്കൾ അനുസരിക്കും. പിന്നെ അനുസരിക്കാതിരിക്കുന്നത് പാർക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ കർത്താവ് തന്ന നിയമങ്ങൾക്ക് നിരക്കാത്തതാകുമ്പോൾ സർവാധികാരിയായ നമ്മുടെ കർത്താവിൻ്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ പ്രമാണം അതിൻ്റെ എല്ലാ ഗൗരവത്തിലും സൂക്ഷിക്കാനുള്ളതായ വലിയ ആവശ്യകതയുണ്ട്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇത്രയും ഗൗരവമല്ലാത്ത കാര്യം എന്നിരിക്കുന്നു, നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ചില അധികാരങ്ങൾ ഉണ്ട്. അതൊക്കെ ഞാൻ വിശദീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം, എങ്കിലൊരു സൂചന പറഞ്ഞു പോവുകയാണ്. മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ അധികാരം ഉണ്ട്. അത് നമ്മൾ കൂടെ ഓർക്കാറുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന് 1-ാം വാക്യം വേണമെങ്കിൽ ഒന്ന് കുറിച്ചിട്ടുള്ളൂ. അവിടെ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അടുത്ത വാക്യം എന്താണ്? അത് ന്യായമല്ലോ. ഞാൻ ആ വാക്യത്തിൽ നിന്നൊരാലോചന സാധാരണ പറയാറുണ്ട്. അത് ന്യായമല്ലോ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് വേർഷനിൽ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ ന്യായം എന്താണ് എന്ന് പറയുന്നുണ്ട്. ദൈവം മാതാപിതാക്കളെ മക്കളുടെ മേൽ അധികാരികളാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം വച്ചിരിക്കുന്നതായ അധികാരമാണ്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലുള്ള മക്കളോടും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, മാതാപിതാക്കളെ
മക്കളുടെ മേൽ ദൈവം അധികാരികളാക്കി വെച്ചിരിക്കുക. അപ്പം അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള അനുസരണക്കേട് ആരോടും കൂടെയുള്ള അനുസരണക്കേടാണ്, ദൈവത്തോടും കൂടിയുള്ളതായ അനുസരണക്കേടാണ്. ഞാൻ കൂടെ പറയാറുണ്ടെങ്കിൽ ഇത് കൂടെ ഓർപ്പിക്കേണ്ട ഒരു കാര്യമാണല്ലോ. കൊലോസ്യർ 3:20 നമുക്കിവിടെ ഇത് വായിച്ചു പോയാൽ നല്ലതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണെന്ന് എനിക്കറിയാം, എങ്കിലും പ്രത്യേകിച്ച് മക്കൾ അവിടുത്തെ ഒരു പ്രയോഗം വളരെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കുകയും ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ല. അതിലൊരു വാക്കാണ് ഞാൻ എടുത്തു പറയാനായിട്ട് ശ്രമിക്കുന്നത്. സകലത്തിലും അനുസരിക്കണം. പിന്നെ ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. അപ്പം അതുകൊണ്ട് ആ വാക്യം നമ്മൾ സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള ഉപദേശം മാത്രമല്ല, കർത്താവിൻ്റെ ശിഷ്യന്മാർക്കുള്ളതായ ഉപദേശമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിചാരമുണ്ട്, മക്കളൊരു പ്രായപൂർത്തിയിലേക്കൊക്കെ വന്നാൽ പിന്നെ മാതാപിതാക്കളെ അങ്ങനെ അനുസരിക്കണമെന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു ചിന്താരീതി ഉണ്ട്. ശരിക്കും അത് ശരിയാണോ? അത് ശരിയല്ല. കാരണം ആ വാക്യത്തിൽ പറയുമ്പോൾ ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. ഞാൻ ആ വാക്യം വായിക്കുമ്പോഴൊക്കെ ഭയത്തോടെ ഓർക്കുന്നതായൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് ആര് നോക്കുന്നുണ്ട്? ദൈവം നോക്കുന്നുണ്ട്. സ്വർഗം ആ കാര്യം നിരീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം ഇത് വലിയ അനുഗ്രഹമുള്ളതായൊരു കാര്യമാണ്. അത് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. ഇത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ്. ആ കൽപ്പന എന്താണ്? നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. അപ്പോൾ ഈ നന്മ ആര് കൊടുക്കുന്നതാണ്? ദൈവം കൊടുക്കുന്നതാണ്, അല്ലാതെ മാതാപിതാക്കൾ കൊടുക്കുന്നതല്ല. ദൈവം കൊടുക്കുന്നതാണ്. അപ്പോൾ ആ നന്മ കൊടുക്കുന്നതിനുള്ള വ്യവസ്ഥ അവിടെ പറയുന്നത് മാതാപിതാക്കളുള്ളതായ അനുസരണമാണ്. അപ്പം നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് സർവാധികാരിയാണ്. മാതാപിതാക്കൾക്കുള്ള അധികാരം ഉണ്ടെങ്കിലും അത് ഈ അധികാരത്തിൻ്റെ കീഴിലുള്ളതായ അധികാരമാണ്. ആ കീഴിലുള്ള അധികാരം അത് നന്നായിട്ട് നിർവഹിക്കുന്നവരിൽ ദൈവം പ്രസാദിക്കും. ആ വലിയ സത്യം നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് മക്കളോട് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്, ദൈവപ്രസാദം എപ്പോഴും ഉറപ്പ് വരുത്തിക്കൊള്ളണം. ദൈവം പ്രസാദിക്കുന്നില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് നമ്മുടെ ജീവിതം അപ്രിയമായി തീരുന്നത്, ദൈവത്തിന് നമ്മുടെ ജീവിതം പ്രയാസമായിട്ട് തീരുന്നത്, വേദനയായിട്ട് തീരുന്നത്, എല്ലാ നന്മകളുടെയും നഷ്ടത്തിന് കാരണമായിട്ട് തീരാകുന്നതാണ്. അതുകൊണ്ട് അത് വളരെ ഗൗരവമായി ഉൾക്കൊള്ളുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എന്നാൽ ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടൊരു കാര്യം പറയാനായിട്ടുണ്ട്. സർവാധികാരിയായ കർത്താവ് തന്നിട്ടുള്ളൊരു കാര്യം, അങ്ങനൊരു കാര്യം അനുസരിക്കണ്ട എന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കണോ? അനുസരിക്കണ്ട. കാരണം എഫെസ്യർ 6:1 എന്താ നമ്മൾ വായിക്കുന്നത്? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാർ കർത്താവിൽ അനുസരിപ്പിക്കും. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ മാതാപിതാക്കൾ സ്നാനപ്പെടാനുമൊക്കെ തടസ്സമായി നിന്നിട്ടും എത്രയോ ദൈവമക്കൾ ആ തടസ്സത്തെ മറികടന്ന് കർത്താവിൻ്റെ കൽപ്പനയോട് അനുസരണം കാണിച്ചിട്ടുണ്ട്. അവരെല്ലാം പിൽക്കാലത്ത് ഏറെ ആദരിക്കപ്പെടുവാനും ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കത്തക്കവണ്ണം കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഭർത്താവിന് ഭാര്യയുടെ മേൽ അധികാരം ഉണ്ട്. പക്ഷേ
കർത്താവ് കൽപ്പിച്ചിട്ടുള്ളൊരു കാര്യത്തെ തടയാനായിട്ട് ആർക്കും അധികാരമില്ല. ഭർത്താവിന് അധികാരമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം സ്നാനപ്പെട്ടത് എൻ്റെ പിതാവിൻ്റെ സഹോദരിയാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിന് ഭർത്താവിൻ്റെയും സഹോദരന്മാരുടെയും ഒക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. അവരാരും ആ സ്നാനത്തിന് അനുകൂലമല്ലായിരുന്നു. പക്ഷേ വളരെ ധൈര്യമായിട്ട് ഒത്തിരി ശാരീരികമായ ദണ്ഡനങ്ങളുമൊക്കെ ഏറ്റാണ് ആ കൽപ്പനയോട് അമ്മായി അനുസരണം കാണിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അത് ഓർക്കുമ്പോഴൊക്കെ എനിക്കൊരു വലിയ പ്രചോദനമാണ്. അത്രയും എതിർപ്പുകളുടെ നടുവിൽ അങ്ങനെ അനുസരണം കാണിച്ചു എന്നുള്ളതുകൊണ്ട് പിൽക്കാലത്ത് ആ കുടുംബങ്ങളിൽ നിന്ന് മിക്കവാറും പേര്, വളരെ ചുരുക്കം പേരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ആ വിശ്വാസത്തെ പിൻപറ്റാനിടയായിട്ട് തീർന്നു എന്നുള്ളത് ഞങ്ങളുടെ കുടുംബചരിത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. അപ്പം അതുകൊണ്ട് ഒരു സഹോദരി അങ്ങനെ എതിർപ്പുകളുടെ നടുവിൽ അനുസരണം കാണിക്കാനിടയായിട്ട് തീർന്നു എന്നുള്ളത് എത്രയോ വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമായിട്ട് പിന്നീട് തീർന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെയെല്ലാം ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതായ കാര്യം, നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്ക് പ്രത്യേകിച്ച് ഈ സ്നാനത്തോടുള്ള ബന്ധത്തിലാണ് ഏറ്റവും പ്രസക്തമായിട്ട് ഇരിക്കുന്നത്. സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകത്തിൽ എന്താ പറഞ്ഞത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അപ്പോൾ ആ മഹാനിയോഗത്തിൽപ്പെട്ട സ്നാനത്തെക്കുറിച്ചുള്ള കൽപ്പന കൈമാറുന്നതിന് തൊട്ട് മുമ്പാണ് ഈ കാര്യം പറയാനിടയായിട്ട് തീർന്നത്. ഈ മഹാനിയോഗ നിർവഹണത്തിൻ്റെ വഴിയിൽ ഏറ്റവും അധികം തടസ്സം ഉണ്ടാകാൻ സാധ്യതയുള്ളത്, ലോകപ്രകാരമുള്ള അധികാരങ്ങളിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ളത് കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുന്നതായ ബന്ധത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ ഉൾക്കാഴ്ച നമുക്ക് സൂക്ഷിക്കുവാൻ കർത്താവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ അധികാരത്തെ ഭയപ്പെട്ട് കർത്താവിനോട് അനുസരണം കാണിച്ചിട്ടുള്ളതായ അനവധി ഭക്തന്മാരെ കഴിഞ്ഞകാല ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഏത് കാലഘട്ടത്തിലും ഒരു വലിയ പ്രചോദനമായിട്ടാണ് ഇരിക്കുന്നത്. ഈ വാക്കുകൾ ഞാൻ മഹാനിയോഗത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ചേർത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. മഹാനിയോഗത്തിലെ ഒടുവിലായിട്ട് നമ്മൾ പറയുന്ന യോഹന്നാൻ 21-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതായൊരു കൽപ്പനയാണ്. നമ്മളത് ഓർക്കുന്നുണ്ടായിരിക്കും, വാക്യം വായിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മളത് പിന്നീട് അതൊക്കെ ഓരോന്നും വിശദമായിട്ട് ചിന്തിക്കാനുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കത് വായിക്കാം എന്ന് വിചാരിക്കുകയാണ്. അവിടെ ഒരു ഭാഗത്ത് തന്നെ ഒരൊറ്റ കാര്യം 3 വട്ടം ആവർത്തിക്കുന്നുണ്ട്. ഏത് കാര്യമാണ്? എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. കാര്യം സ്നാനത്തിൻ്റെ കൽപ്പന 2 സുവിശേഷങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്, മത്തായി സുവിശേഷത്തിൽ സ്നാനപ്പെടുത്താനുള്ള കൽപ്പനയുണ്ട്, മർക്കോസ് സുവിശേഷത്തിൽ സ്നാനപ്പെടാനുള്ളതായ കൽപ്പന ഉണ്ട്. പക്ഷെ അതുപോലെയല്ല ഇവിടെ യോഹന്നാൻ 21-ാം അധ്യായത്തിൽ ഈ ഒരു കൽപ്പന തന്നെ 3 വട്ടം കർത്താവ് ആവർത്തിക്കുകയാണ്. ആരോടാ ആവർത്തിക്കുന്നതെന്ന് അറിയാമല്ലോ? പത്രോസിനോട് പറയുകയാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എങ്കിലും ഞാനൊരു വാക്ക് ചേർത്ത് ഓർപ്പിക്കുകയാണ്. ഈ 3 വട്ടം കർത്താവ് ഇത് ആവർത്തിക്കുമ്പോഴും ഒരു കാര്യം ചോദിച്ചുറപ്പാക്കിയാണത് ആവർത്തിക്കുന്നത്. എന്താ ചോദിച്ചുറപ്പാക്കുന്നത്? എന്നോട് സ്നേഹമുണ്ടോ, എന്നോട് സ്നേഹമുണ്ടോ. അപ്പം അതുകൊണ്ട് സാധാരണ ഇടയന്മാരുടെ യോഗ്യത പറയുന്നത് തിമത്യോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നും
തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നുമാണ്. അവിടെയാണ് സഭാമൂപ്പന്മാരുടെ യോഗ്യതകൾ വിശദീകരിക്കുന്നത്. പക്ഷെ അവിടെ ഒന്നും പറയാത്തൊരു യോഗ്യത യോഹന്നാൻ 21-ാം അധ്യായത്തിൽ ഉണ്ട്. എന്താ യോഗ്യത? കർത്താവിനോട് ഉള്ള ഇടയന്മാർക്ക് കർത്താവിൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യത്തെ പരിപാലിക്കേണ്ടതുപോലെ പരിപാലിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന ആളുകൾ പിന്നെ ആരെയും സ്നേഹിക്കും? സഹോദരങ്ങളെ സ്നേഹിക്കും. അപ്പോൾ കർത്താവിനോടും ആരെ പരിപാലിക്കുന്നുവോ അവരോടുമുള്ള സ്നേഹം എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായ യോഗ്യതയാണ്. ഞാനൊരു അർത്ഥവ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. തീത്തോസ് 1-ലും 1 ദിവസം 3-ലും ഒക്കെയുള്ള എല്ലാ യോഗ്യതയുണ്ടെങ്കിലും ഈ യോഗ്യതയില്ലെങ്കിൽ പരിപാലനം അത്ര ശരിയായിട്ട് നടക്കുകയില്ല. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പറഞ്ഞ് ചോദിച്ചുറപ്പിച്ചതായ ഈ യോഗ്യത അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതായ ഒന്നാണ്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ 1-2 വാചകം ഒന്ന് പറയുകയാണ്. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർക്കുള്ള ആദരവ് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇരട്ടി മാനത്തിന് യോഗ്യരായിട്ട് എണ്ണാം. അപ്പോൾ നന്നായിട്ട് ചെയ്യാം. നന്നായിട്ടൊരു കാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ എങ്ങനെയും ചെയ്യാം, മോശമായിട്ട് ചെയ്യാം, മോശമായിട്ടും ചെയ്യാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ നിയോഗത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് അത് ഏറ്റവും നന്നായി ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഞാനിതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറയും. എങ്കിലും ഒരു ദുഃഖം എൻ്റെ മനസ്സിലുള്ളത് ഞാനിവിടെ ചേർത്ത് പറയുക. കർത്താവ് ഈ നിയോഗമൊക്കെ കൊടുത്തിട്ടുള്ള പല ആളുകളും, ഈ ഉത്തരവാദിത്വം കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ള പല ആളുകളും ഇത് ഏറ്റെടുക്കാൻ വളരെ വിമുഖരായിട്ട് കഴിഞ്ഞ നാളുകളിൽ കണ്ടിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുമൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ ഈ കൃപാവരം ദൈവം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഉത്തരവാദിത്വം വേറെ പല കാരണങ്ങൾ കൊണ്ട് ഏറ്റെടുക്കാനുള്ള വിമുഖത ദൈവജനത്തിൻ്റെ മധ്യത്തിൽ പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ വേലയ്ക്കിടെ ഒരു വിശേഷണം വചനം വെളിപ്പെടുത്തുന്നത്. ഒരു അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കുക, പരിപാലനത്തിൻ്റെ കൃപാവരം തന്ന് അത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു വേലയാണ്. കാരണം കർത്താവിന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളതായൊരു വേലയാണ്. കാരണം ഈ പരിപാലിക്കപ്പെടുന്ന ആടുകൾ ആരുടെയാണ്? കർത്താവിൻ്റെയാണ്. കർത്താവിൻ്റെയാണെന്ന് മാത്രമാണ്, കർത്താവിൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യമാണ്. അപ്പോൾ അതിനൊരു പരിപാലനത്തിനൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ വേറെ കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് കർത്താവിനെ നിശ്ചയമായിട്ടും വേദനിപ്പിക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം ഇത് വളരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കി അത് നിർവഹിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. നമുക്കറിയാം, ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഈ ഇടയ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അവിടെ കർത്താവ് ഇടയന്മാർക്ക്, മൂപ്പന്മാർക്ക് ഒരധികാരം കൊടുക്കുന്നുണ്ട്, ഇല്ലേ? അവർക്കൊരധികാരം കൊടുക്കുന്നുണ്ട്. കാരണം സഭയിലൊരു കാര്യം ആലോചിക്കാനും തീരുമാനിക്കാനും ഒക്കെ ഉള്ളതായ അധികാരം അത് ആരെ ഏൽപ്പിക്കുന്നതാണ്? കർത്താവ് ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ ആടുകളെ ഭരിക്കുക, പരിപാലിക്കുക എന്നുള്ളത് അതിലൊരു അധികാരത്തിൻ്റെ പ്രകൃതം കൂടി ഉള്ളതായൊരു കാര്യമാണ്. പക്ഷേ ആ അധികാരം ഉപയോഗിക്കുമ്പോഴും ഈ അധികാരം ഏൽപ്പിച്ചയാൾ സർവാധികാരിയാണെന്നുള്ളത് മറന്നു പോകരുത്. അത് മറന്നുപോയാൽ അധികാരം ദുർവിനിയോഗം ചെയ്യാനുള്ളതായ സാധ്യത
ഉണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. അപ്പോൾ അത് കർത്താവിൻ്റെ സർവാധികാരിയായ കർത്താവിൻ്റെ അധികാരത്തോടുള്ള വിധേയത്വത്തിൽ, ബഹുമാനത്തോടെയുള്ള വിധേയത്വത്തിലാണ് കർത്താവ് നൽകിയിട്ടുള്ള അധികാരം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ ഈ കാര്യം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വേറിട്ടൊന്ന് ഓർക്കാനിടയായിട്ട് തീർന്നു. അതുകൊണ്ട് ഞാൻ അതിവിടെ ഒന്ന് ചേർത്ത് പറയാം എന്ന് വിചാരിക്കുക. ആരെങ്കിലും ഒന്ന് വായിച്ചാട്ട് ആ വാക്യം. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്ന്നു ധരിച്ചുകൊള്ളു. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയോട് തുറന്നു നൽകുന്നു. അതിൻ്റെ ആദ്യത്തെ വാചകം കൂടി ഒന്ന് അത് തുടങ്ങുന്ന ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. അത് നമുക്ക് ഒറ്റ വായന മനസ്സിലാകും അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സഭാംഗങ്ങൾ മൂപ്പന്മാർക്ക് കീഴടങ്ങി അനുസരിച്ച് വിധേയത്വത്തോടെ വർത്തിക്കണം. എബ്രായ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. കീഴടങ്ങലും അനുസരണത്തിൻ്റെയൊക്കെ ആവശ്യകത അവിടെ ദൈവാത്മാവ് എടുത്തു പറയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് സഭാംഗങ്ങളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതായ ഒരു കാര്യമാണ്. പക്ഷെ അടുത്ത വാചകം നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ആദ്യം പറഞ്ഞ് ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങണം. രണ്ടാമത്തെ വാചകത്തിൽ പറയുക എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ. ഞാനതിൽ അത് ഈ കഴിഞ്ഞ ദിവസം ഏറെ ആസ്വദിച്ചതായൊരു വാചകമാണ്. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ എന്ന വാക്കുകളിൽ സഭയുടെ മഹത്വമാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. കാരണം സർവാധികാരിയായ സഭാകാന്തനാൽ നിയമിതർ എന്ന നിലയിൽ മൂപ്പന്മാരെ ഇളയവർ ബഹുമാനത്തോടെ അനുസരിക്കുന്നു. എൻ്റെ മറുവശത്തുള്ള വാചകം കൊണ്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. സർവാധികാരിയായ സഭാകാന്തൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യം എന്ന നിലയിൽ സഭാംഗങ്ങളെ സഭാമൂപ്പന്മാർ എല്ലാ സ്നേഹത്തോടും കൂടെ പരിപാലിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതായ കാര്യം, ഈ രണ്ട് കാര്യങ്ങൾ ഒരു സ്ഥലം സഭയിൽ പ്രായോഗികമാകുമ്പോൾ അതെത്രയോ മനോഹരമായിരിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്കുകളുടെ പിന്നിലുള്ളതായ വലിയ മഹത്വം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരുന്നാളിൽ ഈ ഉന്നതമായ മൂല്യം കൃത്യമായി സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ ഇന്ന് പകലുമൊക്കെ ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തൊരു കാര്യമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഈ വാക്യത്തിൽ മുറുകെ പിടിച്ച് കഴിഞ്ഞ നാളുകളിൽ എത്രയോ ഭക്തന്മാർ നിലവിലുള്ള രാഷ്ട്രീയമോ അല്ലാത്തതോ ആയ അധികാരങ്ങളെ മറുതലിച്ച് സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. 30 വർഷത്തെ പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ചരിത്രത്തിൽ തന്നെ
അപ്പോസ്തലനായ പൗലോസും ഒക്കെ ഉൾപ്പെടെയുള്ളതായ ഭക്തന്മാർ അനുഭവിച്ചിട്ടുള്ളതായ പീഡകൾ, അനുഭവിച്ചുള്ളതായ ദേഹദണ്ഡനങ്ങൾ എത്രയോ അധികമാണ്. എന്തിനാണ് അവർ മുറുകെ പിടിച്ചത്? കർത്താവിൻ്റെ സർവാധികാരത്തെ അവർ തിരിച്ചറിഞ്ഞപ്പോഴും, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ ആ വിലയേറിയ വാക്കുകളെ അവർ മുറുകെ പിടിച്ചപ്പോൾ ലോകത്തിൻ്റെ അധികാരത്തിൻ്റെ മുമ്പിൽ അവർ കുറ്റവാളികളായിട്ട് തീരുകയായിരുന്നു. ആ വഴിയിൽ അവർക്ക് എത്രയോ അധികം പീഡിപ്പിക്കപ്പെട്ടു. പൗലോസ് ഉൾപ്പെടെയുള്ള ഭക്തന്മാർ എത്രയോ നാളുകൾ കഠിനമായ കാരാഗ്രഹവാസം അനുഭവിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ അധികാരത്തെ അവർ തിരിച്ചറിഞ്ഞ് അതിനെ മുറുകെ പിടിക്കുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ ഈ ലോകത്തിലെ അധികാരികളിൽ നിന്ന് ഒത്തിരി പീഡകൾ സഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ കർത്താവിനെ സർവാധികാരിയായിട്ട് കാണുമ്പോൾ എല്ലായ്പ്പോഴും വിടുതൽ കിട്ടിയെന്ന് വരികയില്ല. ചിലരൊക്കെ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് മാത്രം മുമ്പിൽ കണ്ട് ഒത്തിരി പീഡകളിലൂടെ കടന്നു പോകാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഇതൊരിക്കലും നമ്മൾ മറന്നു പോകാനിടയായിട്ട് തീരരുത്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് നമുക്ക് മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സർവാധികാരി തന്നതായ മഹാനിയോഗത്തെ എല്ലാ കൃത്യതയിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ഒരു കാര്യം കൊണ്ട് ഞാൻ അവിടെ നിന്ന് സൂചിപ്പിച്ച് നിർത്താം എന്ന് വിചാരിക്കുന്നു. നമ്മൾ വായിക്കുന്ന വേദഭാഗത്ത് മത്തായി സുവിശേഷത്തിൽ യേശു അവരുടെ അടുത്ത് ചെന്നാണ് ഈ അധികാരം അവകാശപ്പെടുന്നത്. 18-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. യേശു അവരുടെ അടുത്ത് ചെന്നാണ് ഈ അധികാരത്തെക്കുറിച്ച് പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്തായിരിക്കും അങ്ങനെ കർത്താവ് ചെയ്തതിൻ്റെ പിമ്പിലുള്ള കാരണം? 17-ാം വാക്യം ചേർത്ത് ചിന്തിച്ചാൽ ഒരു കാരണം കാണാം. കർത്താവിന് അവർ കാണുമ്പോൾ ചിലർ നമസ്കരിക്കുമ്പോൾ മറ്റു ചിലർ എന്തു ചെയ്യാണ്? മറ്റു ചിലർ സംശയിച്ചു. അപ്പം ഞാൻ അവിടെ ഓർത്തൊരു കാര്യം, എന്ത് കരുണയുടെ കർത്താവ് ഇടപെടുന്നത്. സംശയിച്ചവരെ കുറ്റപ്പെടുത്തുന്നില്ല. സംശയിച്ചവരുടെ സംശയം മാറ്റി അവരെ ധൈര്യപ്പെടുത്തേണ്ടതിന് വേണ്ടി കർത്താവ് അടുത്ത് ചെന്ന് കർത്താവിൻ്റെ അധികാരം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അവർക്ക് കർത്താവിനെ മനസ്സിലാകേണ്ട പോലെ മനസ്സിലായില്ല. അത് വേണമെങ്കിൽ കുറ്റപ്പെടുത്താം, പക്ഷെ കർത്താവ് കുറ്റപ്പെടുത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില ബലഹീനതകളൊക്കെ കർത്താവ് അതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ കർത്താവ് അങ്ങനെയാണ് പെരുമാറുവാനിടയായിത്തീരുന്നത്. നാൽ സാഹിബിൻ്റെ ഒരു പാട്ടിൽ ലൈൻ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടായിരിക്കാം. സഹിപ്പാൻ എൻ ബുദ്ധിഹീനതയും വഹിപ്പാൻ എൻ എല്ലാ ക്ഷീണതയും, ലാളിപ്പാൻ പാലിപ്പാൻ ദൈവപുത്ര നീയല്ലാതെ ആരുമില്ല. അപ്പോൾ നിങ്ങളെന്തിനാണ് സംശയിച്ചത് എന്നൊന്നും കുറ്റപ്പെടുത്താനിടയായി തീരാതെ കർത്താവ് അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും ധൈര്യപ്പെടുത്തി ഈ വലിയ നിയോഗം ഫലമേൽപ്പിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഈ വലിയ നിയോഗത്തിൻ്റെ നിർവഹണത്തിൻ്റെ വഴിയിൽ ചിലപ്പോൾ പ്രതികൂലങ്ങളും തടസ്സങ്ങളും ഒക്കെ നാമും അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ദൂരെ നിൽക്കുന്നവനല്ല, പിന്നെ അടുത്ത് വരുന്നവനാണ്. മർക്കോസ് സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. മത്തായി സുവിശേഷത്തിൻ്റെ ഒടുവിലത്തെ വാചകം നമുക്കറിയാമല്ലോ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. മർക്കോസ് ഒടുവിലെ അധ്യായത്തിലേക്ക് വരുമ്പോഴും കർത്താവ് അവരോട് കൂടെ
പ്രവർത്തിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രത്യേകത, സർവാധികാരിയായ കർത്താവ് ദൂരത്തിരുന്ന് അധികാരം ഉപയോഗിക്കുകയില്ല, പിന്നെയോ അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുന്നവനും ധൈര്യപ്പെടുത്തുന്നവനുമാണ് എന്നുള്ളതായ വലിയ സത്യം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ആ സാന്നിധ്യമാകട്ടെ വലിയ നിയോഗ നിർവഹണത്തിലെ എല്ലാ പ്രചോദനവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഈ നിയോഗം കർത്താവിൻ്റെ അധികാരം വെളിപ്പെടുത്തിയാണ് കൈമാറുവാൻ ഇടയായിട്ട് തീരുന്നത്. നമ്മുടെ കർത്താവിൻ്റെ സർവാധികാരത്തെ, പരമാധികാരത്തെ നമുക്ക് ഒരിക്കലും മറക്കാതിരിക്കാം. എപ്പോഴും അത് ഓർത്തുകൊണ്ട് ആ നിയോഗ നിർവഹണത്തിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.